നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാജ്യത്തെ നടുക്കുന്ന വൻ സ്ഫോടനം തന്നെയാണ് ചെങ്കോട്ടയിൽ നടന്നത്. ഫരീദാബാദിൽ വൻ സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയ സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്ന വനിതാ ഡോക്ടറെ ഏൽപ്പിച്ചിരുന്നത് വൻ ദൗത്യമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ഇന്ത്യയിൽ സ്ഥാപിക്കാനുള്ള ദൗത്യമാണ് ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഡൽഹി പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ലക്നോ കേന്ദ്രമായാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. ഇവർക്ക് ഡൽഹി സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. ഇവരുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഉമറും മുസ്മിലും ജോലി ചെയ്തിരുന്ന ഫരീദാബാദിലെ സർവകലാശാലയിൽ പരിശോധന ഇപ്പോൾ നടന്നു വരികയാണ്. ഡോക്ടർമാരും വിദ്യാർത്ഥികളും ജീവനക്കാരും അടക്കം 8 പേരെ ഇപ്പോൾ ചോദ്യം ചെയ്തു. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസ്ഹറിന്റെ സഹോദരി സാദിയ അസ്ഹർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മോമിനാത്തി എന്ന ഇന്ത്യൻ ശാഖയുടെ ചുമതല ഡോക്ടർ ഷഹീൻ ഷാഹിദിന് നൽകിയിരുന്നു അത്രേ. സാദിയ അസ്ഹറിന്റെ ഭർത്താവ് യൂസഫ് അസ്ഹർ കാണ്ഡഹാർ വിമാനാറാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു. മെയ് 7 നടന്ന ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇയാൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ഷഹീൻ ഷാഹിദ് ആരാണെന്ന് നോക്കാം. ഷഹീൻ ഷാഹിദ് ലക്നൌവിലെ ലാൽബാഗ് നിവാസിയാണ്. ഫരീദാബാദിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര സംഘത്തെ ജമ്മു കാശ്മീർ പോലീസിന്റെ നേതൃത്വത്തിൽ തകർത്തതിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവരുടെ കാറിൽ നിന്ന് ഒരു അസോൾട്ട് റൈഫിളും കണ്ടെത്തിയിരുന്നു. ഷഹീൻ അൽ ഫലാഹ് സർവകലാശാലയിലാണ് ജോലി ചെയ്തിരുന്നത്. കൂടാതെ ഫരീദാബാദിലെ 2 വാടക മുറികളിൽ നിന്ന് 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് അറസ്റ്റിലായ കാശ്മീരി ഡോക്ടറായ മുസമിൽ ഗനായി എന്ന അപരനാമം മുസൈബ് എന്ന അപരനാമമുള്ള മുസൈമിൽ ഗനായി എന്നയാളുമായി ഇവർ അടുത്ത ബന്ധവും പുലർത്തിയിരുന്നു. ജമ്മു കാശ്മീരിലെ പുൽവാമ സ്വദേശിയാണ് മുസമിൽ. ഡൽഹിയിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ അകലെയുള്ള ധൗജിലുള്ള അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറായിരുന്നു ഇയാൾ. ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചുകൊണ്ട് ശ്രീനഗറിൽ പോസ്റ്റുകൾ ഒട്ടിച്ച കേസിൽ ജമ്മു കാശ്മീർ പോലീസ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് മുസമിലിനെ അറസ്റ്റ് ചെയ്തത്. ഒരു അസോൾട്ട് റൈഫിൾ, ഒരു പിസ്റ്റൾ, വെടിമരുന്ന് എന്നിവ സൂക്ഷിക്കാൻ ഉപയോഗിച്ച കാർ ഷഹീൻ ഷാഹിദിന്റേതാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ഫരീദാബാദിന്റെ കോഡായ HR51 എന്ന ലൈസൻസ് പ്ലേറ്റുള്ള മാരുതി സുസുക്കി സ്വിഫ്റ്റ് കാർ പോലീസ് മുസമ്മിലിനെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് പരിശോധിച്ചത്. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് വൻതോതിലുള്ള സ്ഫോടക വസ്തു ശേഖരം, അതായത് അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള 20 ടൈമറുകൾ, മറ്റ് സംശയാസ്പദമായ വസ്തുക്കൾ എന്നിവ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത്. ജമാഅത്ത് ഉൽ മോമിനാത്തിന് പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനിടെ കനത്ത തിരിച്ചടി നേരിട്ട ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തങ്ങളുടെ സ്വാധീനം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയതായും അതിന്റെ ആദ്യത്തെ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മോമിനാത്ത് ഒക്ടോബറിൽ പ്രഖ്യാപിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു വനിതാ സംഘടന തന്നെയാണിത്. രാജ്യത്തെ നടുക്കിക്കൊണ്ട് തിങ്കളാഴ്ച ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ സർവത്ര ദുരൂഹതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ഫോടനത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചോ കാരണത്തെക്കുറിച്ചോ ഒന്നും ഔദ്യോഗിക വിശദീകരണം വന്നില്ലെങ്കിലും ഭീകരബന്ധവുമായി ബന്ധമുണ്ട് എന്നുള്ള തരത്തിലാണ് സൂചനകൾ വരുന്നത്. ഭീകരതയെ ഉറപ്പിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പഹൽഗാം ആക്രമണത്തിന് മുന്നേ തീവ്രവാദി കമാൻഡോകൾ ഇന്ത്യയെ ആക്രമിക്കുമെന്ന സൂചനകൾ പ്രസംഗങ്ങളിലൂടെ നൽകിയിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ രാജ്യം വലിയ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇരുന്നത്. ലഷ്കർ-ഇ-തോയ്ബ നേതാവ് ഹഫീസ് സയ്യിദ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. LET കമാൻഡർ സൈഫുള്ള സൈഫ് പാകിസ്ഥാനിലെ ഒരു റാലിയിൽ സംസാരിക്കവെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പുറത്തേക്ക് വന്നത്. മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ജെയ്ഷെ മുഹമ്മദും ബംഗ്ലാദേശ് കേന്ദ്രമായി പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടും ഈ അടുത്താണ് പുറത്തു വന്നത്. ജമ്മു കാശ്മീർ, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച ഭീകരവാദ ശൃംഖലയിലെ 8 പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. 3 ഡോക്ടർമാർ ഉൾപ്പെടെ ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ആശ്ചര്യവും.
കഴിഞ്ഞ ദിവസം രാജ്യത്തിലെ തലസ്ഥാനത്തുണ്ടായ സ്ഫോടനത്തിൽ സാധാരണ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായത്. അതിന്റെ ഏറ്റവും ചുക്കാൻ പിടിച്ചത് ഡോക്ടർ അടങ്ങുന്ന ഈ ഒരു സംഘവും. സാമ്പത്തികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും എല്ലാം വളരെ ഉയർന്ന നിലയിലുള്ളവരാണ് ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് സൂചനകൾ. അതിനാൽ തന്നെ വൈറ്റ് കോളർ ഭീകരത എന്നാണ് ഇതിനെ പറയുന്നത് തന്നെ. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ് വൈറ്റ് കോളർ ഭീകരതയ്ക്ക് പിന്നിലുള്ളത്. സാധാരണ മനുഷ്യരെ പോലെ തന്നെയാകും ഇവരുടെ ജീവിത രീതി. ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടു മുന്നിൽ തന്നെ ഇവർ കണ്ടെന്നിരിക്കാം. സമൂഹത്തിൽ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന, തൊഴിൽ മേഖലയിൽ ഉയർന്ന രീതിയിൽ നിൽക്കുന്ന വിദ്യാസമ്പന്നരായ ഇവർ ജോലി ചെയ്യുന്നത് തന്നെ വലിയ നിലയിൽ തന്നെയാണ്. ഭീകര പ്രവർത്തനത്തിന് ആവശ്യമായ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ജോലി ചെയ്യുന്നത് തന്നെ. പെരുമാറ്റത്തിൽ പോലും യാതൊരുവിധ സംശയവും ആർക്കും തോന്നില്ല എന്നുള്ളതാണ് ആശ്ചര്യം. സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഭീകരന്മാരിൽ നിന്നും വളരെ തികച്ചും വ്യത്യസ്തരാണ് ഇവർ. എന്നാൽ സാധാരണ ഭീകരതയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് പുരുഷന്മാരാണ്. എന്നാൽ ഇപ്പോൾ കുറച്ച് നാളുകളായി സ്ത്രീകളും ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ചാവേറുകളായി പോലും സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. ജമാഅത്തുൽ മുഅമിനാത്ത് എന്ന സംഘടന ഇതിന് വലിയ ഉദാഹരണം തന്നെയാണ്. ഭീകര പ്രവർത്തനങ്ങൾക്കായി സ്ത്രീകൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതായും റിപ്പോർട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ കനത്ത നഷ്ടം സംഭവിച്ചതിനാൽ അംഗബലം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇവരുടെ പുതിയ നീക്കം. ചാവേർ സംഘത്തിൽ ചേർന്നാൽ മരണശേഷം നേരിട്ട് പർദീസ ലഭിക്കുമെന്നാണ് ഈ സംഘം വാഗ്ദാനം ചെയ്യുന്നത്. ജയ്ഷെ കമാൻഡർമാരുടെ ഭാര്യമാരും സാമ്പത്തികമായി ദുർബലരായ സ്ത്രീകളും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും ഒക്കെ അടങ്ങിയവരാണ് ഈ സംഘത്തിലുള്ളത്. സംഘടന വിപുലീകരിക്കുന്നതിനായി പാകിസ്ഥാനിലെ എല്ലാ ജില്ലകളിലും റിക്രൂട്ട്മെന്റ് ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പുരുഷന്മാർക്ക് നൽകുന്ന അതേ പരിശീലനം തന്നെയാണ് ഈ സ്ത്രീകൾക്ക് നൽകുന്നത്. മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളാണ് പരിശീലനത്തിന് എന്നാൽ നേതൃത്വം നൽകുന്നതും. ഓൺലൈൻ ക്ലാസുകളിലൂടെയാണ് സംഘത്തിലേക്ക് സ്ത്രീകളെ ആകർഷിക്കുന്നു എന്നതാണ് ഇന്ത്യൻ ഇന്റലിജൻസ് നിന്ന് ലഭിക്കുന്ന വിവരവും.